നമസ്കാരം. ഇന്നത്തെ കാലത്ത് മിക്ക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് PCOD അഥവാ ഹോർമോൺ വ്യതിയാനങ്ങൾ. ഇതിന് മരുന്നുകൾക്കപ്പുറം നമ്മുടെ തനതായ ആയോധന കലയായ കളരിപ്പയറ്റിന് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് നോക്കാം. PCOD പ്രധാനമായും ഉണ്ടാകുന്നത് ശാരീരിക അധ്വാനത്തിന്റെ കുറവ് കൊണ്ടും സ്ട്രെസ് കൊണ്ടുമാണ്. കളരിപ്പയറ്റ് കേവലം ഒരു ആയോധന കല മാത്രമല്ല, അതൊരു മികച്ച വർക്കൗട്ട് കൂടിയാണ്. കളരിയിലെ ചുവടുകളും വടിവുകളും ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ഹോർമോൺ അളവ് കൃത്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കളരിയിലെ വടിവുകൾ, ഉദാഹരണത്തിന് സിംഹവടിവ്, ഗജവടിവ് എന്നിവ ഇടുപ്പ് ഭാഗത്തെ പേശികളെ ബലപ്പെടുത്തുകയും അവിടേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആർത്തവ ചക്രം ക്രമമാകാൻ സഹായിക്കുന്നു. PCOD ഉള്ളവരിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് ശരീരഭാരം കൂടുന്നത്. കളരിപ്പയറ്റിലെ കഠിനമായ മൂവ്മെന്റുകൾ കലോറി എരിച്ചു കളയാൻ ഏറ്റവും അനുയോജ്യമാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും കളരി കരുത്ത് നൽകുന്നു. PCOD മൂലമുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ കളരിയിലെ ഏകാഗ്രതയും ശ്വസന രീതികളും സഹായിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: കളരിപ്പയറ്റ് എപ്പോഴും ഒരു ഗുരുവിന്റെ കീഴിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഗുരുവിനോട് മുൻകൂട്ടി പറയേണ്ടതാണ്. കൃത്യമായ ഭക്ഷണക്രമത്തോടൊപ്പം കളരി കൂടി ശീലമാക്കിയാൽ PCOD നമുക്ക് പൊരുതി തോൽപ്പിക്കാനാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യ സംബന്ധമായ അറിവുകൾക്കായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.